നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും പ്രസിദ്ധമായ ട്രക്കിംഗ് പോയിന്റുകളിലൊന്നാണ് സുക്കോ വാലി. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നറിയപ്പെടുന്ന ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ നാഗാലാൻഡിലേക്ക് വരുന്ന എല്ലാവരും തന്നെ ഈ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. നാഗാലാൻഡ്, മണിപ്പൂർ എന്നീ 2 സംസ്ഥാനങ്ങളിലായിട്ടാണ് സുക്കോ വാലി വ്യാപിച്ചു കിടക്കുന്നത്. ഫേമസ് ട്രക്കിംഗ് പോയിന്റ് ആയതിനാൽ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ വരാറുണ്ട്. 8-9 കിലോമീറ്റർ ഒരു വാഹനത്തിൽ ഓഫ് റോഡ് വഴി എല്ലാവരെയും ഒരു മലയുടെ മുകളിലെത്തിക്കും. അവിടെ നിന്നുമാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1.5 മണിക്കൂറോളം സമയമെടുത്ത് കുത്തനെയുള്ള ഒരു മല കയറി ചെന്നെത്തുന്നത് ഒരു മുളങ്കാട്ടിലാണ്. ഇവിടെ നിന്നും ഇനിയും 4 മണിക്കൂർ സഞ്ചരിക്കുമ്പോഴാണ് ബേസ് ക്യാമ്പിലെത്തുന്നത്. ഈ ട്രക്കിങ്ങിന് മുഴുവനായും 13 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. വലുതായി സൗകര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കരുത്. വെള്ളം കുറച്ചായി കുടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. വഴിയിൽ കാണുന്ന അരുവിയിൽ നിന്നും കുടിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം നമുക്കെടുക്കാൻ പറ്റും. കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതുണ്ട്. കാരണം ബേസ് ക്യാമ്പിൽ എത്തിയാൽ മാത്രമേ പിന്നീട് ഭക്ഷണം കഴിക്കാൻ കിട്ടൂ. ഇവിടെ വരുമ്പോൾ ജാക്കറ്റ്, ഗ്ലൗസ്, ട്രക്കിംഗ് ഷൂ, ട്രക്കിംഗ് പോൾ, സ്ലീപ്പിംഗ് ബാഗ് എന്നിവ നിർബന്ധമായും കരുതണം. കാരണം രാത്രിയാകുമ്പോൾ ഇവിടുത്തെ താപനില മൈനസ് വരെ പോകാൻ സാധ്യതയുണ്ട്. മുകളിലേക്ക് പോകുന്തോറും വിഷ്വൽസ് കൂടി വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. വഴിയിൽ മുഴുവനായും ചെറിയ ഒരു തരത്തിലുള്ള മുളയാണ്. ചില സ്ഥലങ്ങളിൽ നമ്മളെക്കാളും പൊക്കമുണ്ട് ഈ മുളകൾക്ക്. വഴിയിൽ നിറയെ ചെളിയും മരങ്ങൾ വീണും അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുള്ള യാത്ര. ഇതെല്ലാം അതിജീവിച്ച് വേണം ബേസ് ക്യാമ്പിലെത്താൻ. ഒരു സമയം ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന വഴി. ഇരുവശങ്ങളിലായി ഞങ്ങളെക്കാളും ഉയരമുള്ള ചെടികൾ. മുന്നിൽ എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ പേടിച്ച് ഒരു യാത്ര. ഇങ്ങനെ നടന്ന് ഏകദേശം 4-5 മലകൾ കഴിഞ്ഞ് വേണം ബേസ് ക്യാമ്പിലെത്താൻ. ബേസ് ക്യാമ്പിൽ ആദ്യം എത്തുന്നവർക്ക് ഡോർമെട്രി ലഭിക്കും. എന്നാൽ പിന്നീട് വരുന്നവർക്ക് 1000 രൂപ കൊടുത്ത് ടെന്റ് റെന്റിന് വാങ്ങാവുന്നതാണ്. ബേസ് ക്യാമ്പിലെ സൗകര്യങ്ങളെല്ലാം വളരെ കുറവാണ്. വെള്ളത്തിന് അത്യാവശ്യം തണുപ്പായതിനാൽ ഒരു കുപ്പി ചൂടുവെള്ളം കിട്ടണമെങ്കിൽ തന്നെ ഏകദേശം 20 രൂപ കൊടുക്കണം. ഇവിടുത്തെ ഭക്ഷണവും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഒരു ഓംലെറ്റിന് തന്നെ ഏകദേശം 100 രൂപയിലധികമാണ് ഇവിടെ വാങ്ങുന്നത്. വൈകുന്നേരം 4 മണി കഴിയുമ്പോൾ സൂര്യ അസ്തമിക്കുന്നതിനാൽ 5 മണി കഴിഞ്ഞ് നല്ല ഇരുട്ടാകുന്നു. ഇതോടുകൂടി എല്ലാവരും വിറക് കൂട്ടിയിട്ട് തീ കായുന്നത് ഇവിടെ പതിവാണ്. സുക്കോ വാലിയിൽ കറണ്ടിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അതിരാവിലെ 4:45 തന്നെ സൂര്യൻ ഉദിക്കുന്നതിനാൽ രാവിലെയുള്ള സുക്കോ വാലിയുടെ ആ ഭംഗി ആസ്വദിക്കാൻ പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ബേസ് ക്യാമ്പിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്താൽ വാലിയിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിക്കാണുന്ന
സൂക്കോ വാലിയുടെ ഈ ഭംഗി ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയ്ക്കും മനോഹരമാണ് ഈ സ്ഥലം. സത്യത്തിൽ ഭൂമിയിലെ മറ്റൊരു സ്വർഗം തന്നെയാണ് ഈ സൂക്കോ വാലി. കാർപ്പറ്റ് വിരിച്ചതുപോലെ പല മടക്കുകളായി പരന്നു കിടക്കുന്ന ഒരു വിശാലമായ ഭൂപ്രദേശം. 5-6 മണിക്കൂർ നടന്ന് കഷ്ടപ്പെട്ട് തളർന്ന് ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് സൂക്കോ വാലി നോക്കി കാണുമ്പോൾ നമ്മുടെ മനസ്സിലെ ആ ക്ഷീണമെല്ലാം മാറിക്കിട്ടും. പിന്നിട്ട വഴികളൊന്നും ഒരിക്കലും വെറുതെയായിരുന്നില്ല എന്ന ആ പച്ചയ സത്യം നമുക്ക് മനസ്സിലാകും. ലൈഫിൽ ഇനി എപ്പോഴെങ്കിലും ഇവിടെ വരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഇവിടെ യാത്രകൾ തുടരുമ്പോൾ നമ്മുടെ കാഴ്ചകളും അവസാനിക്കുന്നില്ല.